ഹായ്, വെൽക്കം ടു ലേണിംഗ് നോക്ക്. നമ്മളിന്ന് മാത്സിൻ്റെ പാർട്ട് 2 കേറ്റഡ് സീറ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നടത്തുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, വെൻ 1/5 ഓഫ് എ നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 1/4 ഓഫ് ദാറ്റ് നമ്പർ വി ഗെറ്റ് 10. വാട്ട് ഈസ് എ നമ്പർ? നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 1/5 ഓഫ് നമ്പർ എന്ന് പറയുന്നത് 1/5 ഇൻറ്റു എക്സ്, അതായത് x/5 ആയിരിക്കും. സിമിലർലി 1/4 ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് x/4 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 1/4 ഓഫ് നമ്പറിൽ നിന്ന് 1/5 ഓഫ് ദ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യാണ്. സോ x/4 മൈനസ് x/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x ഈക്വൽ ടു 200 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഡി 200. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25% ഓഫ് എ നമ്പർ ഈസ് 35. വാട്ട് ഈസ് ദാറ്റ് നമ്പർ? 25% ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ 25/100 ഇൻറ്റു നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ 25x/100 ഈക്വൽ ടു 35 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ ഈക്വൽ ടു 140 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഡി 140. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 2-digit നമ്പർ ഡിവൈഡഡ് ബൈ another 2-digit number gives 4.125. Find the least number that makes. ഇവിടെ നമുക്ക് എക്സും വൈയും ഒക്കെ ഇട്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നതായിരിക്കും. ഇവിടെ ഓരോ ഓപ്ഷനും ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ 66, 16 ഇതാണ് കറക്റ്റ് ആൻസർ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു -4? ഓരോ ഓപ്ഷൻസിൻ്റെയും ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഓപ്ഷൻ എ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ആൻസർ -4 എന്നാണ് കിട്ടിയത്. ഓപ്ഷൻ എയുടെ ആൻസർ +4 ആണ്. സോ ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് 256 centimeters square. Then what will be the area of the figure got by joining the midpoints of the side of the square? സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഇതുപോലെ ഇരിക്കും. ഇവിടെ ഓർക്കേണ്ടത്, ഇങ്ങനെ കിട്ടുന്ന ഒരു സ്ക്വയർ, അകത്ത് കിട്ടുന്ന സ്ക്വയറിൻ്റെ ഏരിയ ആദ്യമുണ്ടായിരുന്ന സ്ക്വയറിൻ്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ സി 128 centimeters square. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ 6 square into 3 square into 4 ഈസ്. ഈ എക്സ്പ്രഷൻ സിമ്പിൾ ഫോമിലല്ല. സോ നമ്മളിതിനെ സിമ്പിൾ ഫോമിലേക്ക് മാറ്റുന്നു. അതായത് 2 into 3 square into 3 square into 2 square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2⁴ into 3⁴ എന്ന് കിട്ടും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായി ആദ്യത്തെ ഫാക്ടറിൻ്റെ പവർ +1 ഇൻറ്റു രണ്ടാമത്തെ ഫാക്ടറിൻ്റെ പവർ +1 ചെയ്യുക. സോ ആൻസർ 25 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11 meter long rod is cut into 1.75 meter long pieces. What is the length of the last remaining piece? ഇവിടെ നമുക്ക് 1.75 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 11 മീറ്ററിന് അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കാം. 1.75 into 6 എന്നത് 10.50 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 6 പീസസ് കട്ട് ചെയ്തെടുക്കുക എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ളത് 11 മൈനസ് 10.50 ദാറ്റ് ഈസ് 0.50 മീറ്റർ, ദാറ്റ് ഈസ് 50 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ്? ലാർജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് കോമൺ റൂൾസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ന്യൂമറേറ്ററും ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററും ആണെങ്കിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ ആർക്കാണ് അതായിരിക്കും ലാർജർ ഫ്രാക്ഷൻ. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 2 ആണ് ചെറുത്. സോ 1/2 ആണ് ലാർജ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ സെയിമും ന്യൂമറേറ്റർ ഡിഫറെൻറ്റും. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ ലാർജ് ഏതാണോ അതാണ് ലാർജർ ഫ്രാക്ഷൻ. ഇവിടുത്തെ എക്സാമ്പിളിൽ 3 ആണ് ലാർജർ ന്യൂമറേറ്റർ. സോ 3/3 ആണ് ലാർജർ ഫ്രാക്ഷൻ. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആണ്, പക്ഷെ അവർ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. ഇപ്പോൾ 1/2, 2/3, 3/4 ഇവരുടെ എല്ലാ കേസുകളിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് 1 അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒന്ന്
നോക്കുക, അത് ലാർജർ ഏതാണോ അതായിരിക്കും ലാർജർ ഫ്രാക്ഷൻ. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ലാർജർ ന്യൂമറേറ്റർ 3 ആണ്. സോ 3/4 ആണ് ലാർജർ ഫ്രാക്ഷൻ. ഇനി ഇൻ കേസ് ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ കേസസും ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. 3/4 5/7. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇതിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തേതിൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ രണ്ടാമത്തേതിൻ്റെ ന്യൂമറേറ്ററും ആദ്യത്തേതിൻ്റെ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിവിടെ ഫസ്റ്റ് കേസിൽ 21ഉം സെക്കൻഡ് കേസിൽ 20 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ 21 ആണ് ലാർജ്. സോ അത് 3/4നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സോ 3/4 ആണ് ലാർജർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓപ്ഷൻ ബിയും ഡിയും എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ലാർജർ ന്യൂമറേറ്റർ വരുന്ന ആരാണ്? 2/3. അതാണ് ലാർജർ. ഇവിടെ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ഓപ്ഷൻ ബിയും സിയും ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കോമൺ ഡിഫറൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണെന്ന് കാണാം. സോ ഇവിടെ ലാർജർ ഓപ്ഷൻ സി 3/4 ആയിരിക്കും. എഗെയിൻ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എയും സിയും മാത്രമേ ഉള്ളൂ. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ 3/4 ആണ് ലാർജർ എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.